വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം വിശ്വാസത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രതികൂലമായി വരുന്നത് നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളത് വേറെ ദിവസം പറഞ്ഞു. ജഡമായിരിക്കും, നിനക്കത് കഴിയത്തില്ല, നിൻ്റെ സാഹചര്യങ്ങൾ നിനക്കറിയാം, നീ എന്തു ഭാവിച്ചുകൊണ്ടാണ്, എങ്ങനെ അതൊക്കെ നടക്കും എന്ന് നമ്മുടെ അകത്തൊരു ചിന്ത വരും. അതിനെ ഉറപ്പിക്കാൻ അവിശ്വാസികളായ ആരെങ്കിലും കൊണ്ട് ചിലപ്പോൾ നമ്മൾ അവർക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യും. നിരാശാജനകമായ വാക്കുകളായിരിക്കും അവർ പറയും. അതേസമയം എൻകറേജ് ചെയ്യുന്നവരുണ്ട്. അവരോട് പറഞ്ഞാൽ അവർ നമ്മളെ ഇത് ചെയ്യും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സ്റ്റൈറപ്പ് ചെയ്യും. അമ്മ മറിയ എലിശബേത്തിനിടയിലേക്ക് വരുമ്പോൾ അവർ രണ്ടുപേരും വാഗ്ദത്തം സ്വീകരിച്ചവരാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുമ്പോൾ തന്നെ അവിടെ ചലനങ്ങളുണ്ടാകുകയാണ്. നീ വന്ദനം പറഞ്ഞപ്പോഴേ പിള്ള ഉള്ളത്തിൽ തുള്ളിയെന്ന് പറയും. അപ്പം അകത്തെ മനുഷ്യനാണ്. അകത്തെ മനുഷ്യനെ സ്റ്റൈലപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്തവരായിരിക്കണം. ഞാൻ പറയട്ടെ, പോയിന്റിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ആ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ അതിൽ തന്നെയാണെന്നുള്ളതിന് ഉറപ്പെന്താണെന്നറിയോ? പറയാമോ? അതിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്ന ഉറപ്പ്. നിങ്ങളുടെ കൺഫഷൻ നിങ്ങൾ നിർത്തത്തില്ല. കീപ് കൺഫസിങ്. ആ പ്രതിസന്ധിയുടെ നടുവിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയും കാണും. വിറകുണ്ട്, തീയുണ്ട്, ആടെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ദൈവം കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ വാഗുകൊണ്ട് നിങ്ങൾ പറയും, നിങ്ങളുടെ അകത്ത് നിങ്ങൾ പറയും, അതെനിക്ക് ദൈവം എന്നോട് പറഞ്ഞത്. ഈ അകത്തു ആത്മാവോട് സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ എതിരാണെങ്കിലും അവർ ശക്തമായിട്ട് നിൽക്കും. അതാണ് എലിയാവ് മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ. ദാവീദിനോട് സൗരങ്ങൾ പറഞ്ഞു, നീ കുറേ ആടിനെ ഇട്ടേച്ച് അവിടെ വരിക. പക്ഷെ എന്താ താൻ പിന്മാറാഞ്ഞ്? വീണ്ടും വീണ്ടും കറങ്ങി തിരിഞ്ഞ് വേറൊരു വഴി കൂടെ വരുമ്പോഴും ദാവീദ് യോഗി ഇവനെ കൊന്നാൽ എന്ത് ലഭിക്കും? അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ചോ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, നിങ്ങളുടെ അകത്ത് തന്നെ ഒരു എതിർപ്പ് ആദ്യം വരും. അവിശ്വാസികൾ നിങ്ങളെ എതിർക്കും, തീർന്നില്ല. നിരാശയുടെ വാക്കുകൾ നിങ്ങളോട് പറയും. പക്ഷെ അവിടെ നിലനിൽക്കേണ്ടത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ അസ്ഥിത്താഴ്വര സൈന്യമായ പോലെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും. ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രാക്ടീസ്, അതായത് പ്രാക്ടിക്കൽ വേ, കം ടു ദ പ്രാക്ടിക്കൽ വേ. അവിടെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കേണ്ടത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്.